തെരഞ്ഞെടുപ്പ് ചൂട് കഴിഞ്ഞപ്പോൾ സിനിമയുടെ തിരക്കിലേക്ക് കടന്ന് കൊല്ലത്തെ ഇടതു സ്ഥാനാർത്ഥി മുകേഷ് എം.എൽ.എ. എം.എ. നിഷാദ് സംവിധാനം ചെയ്യുന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കമെന്ന സിനിമയിലാണ് മുകേഷ് വേഷമിടുന്നത്. അന്നം തരുന്ന സിനിമ വിട്ടിട്ട് കളിയൊന്നുമില്ലെന്നാണ് മുകേഷിന്റെ നിലപാട്. കനത്ത ചൂടിനും തെരഞ്ഞെടുപ്പ് ചൂടിനും ഒപ്പമായിരുന്നു കഴിഞ്ഞ 1.5 മാസമായി നടൻ മുകേഷ്. തിരക്കുകൾക്ക് ചെറിയ ഇടവേള ലഭിച്ചതോടെയാണ് തൻ്റെ ഉപജീവന മാർഗമായ വെള്ളിത്തിരയിലേക്ക് കൊല്ലത്തിൻ്റെ MLA വീണ്ടും മടങ്ങിയെത്തിയത്. അല്ല, സിനിമ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള വഴി, മറ്റേത് ഫുൾ ടൈം സേവനം. രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ 8 കൊല്ലമായിട്ട് ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിനിമ വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. അത് ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്. സിനിമയോ വിട്ട് കഴിഞ്ഞാൽ സാധാരണ ഒരാളായി മാറത്തില്ല. സിനിമാ നടനായ എല്ലാ മേഖലകളിൽ നിന്നും ഡോക്ടർ വരണം, സിനിമാ നടൻ വരണം, സാഹിത്യകാരൻ വരണം, എൻജിനീയർ വരണം, അങ്ങനെയുള്ള പല മേഖലകളിൽ നിന്നും ആൾക്കാർ ജനസേവനത്തിലേക്ക് വരണം. അതിൻ്റെ ഒരു വലിയ ഒരു സന്ദേശവും കൂടെ ആണ് എന്നുള്ളതാണ് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം. കത്തിക്കയറിയ കൊല്ലത്തെ രാഷ്ട്രീയ പോരാട്ടത്തിൽ ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുകേഷ്. ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ലല്ലോ. നിന്നിട്ടും അതുപോലെ ഇത്രയും 89 ദിവസമാണ് ഞാൻ രാവും പകലും എല്ലാം ആൾക്കാരുടെ ഇടയിൽ ചെന്ന് അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവരുമായിട്ട് ചിലവഴിക്കാനും, അത് അവർ ശരിക്കും വിചാരിച്ചിരുന്ന ഒരു സാധാരണ സിനിമാ നടനല്ല, നക്ഷത്രമല്ല, സാധാരണ ആളാണെന്നുള്ള ഒരു ബോധ്യമൊക്കെ വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വരും. എം.എ. നിഷാദ് സംവിധാനം ചെയ്യുന്ന ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന സിനിമയിലാണ് മുകേഷ് വേഷമെടുത്തത്. കോട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ചിത്രീകരണം. മുൻ ക്രൈംബ്രാഞ്ച് DIG ആയിരുന്ന സ്വന്തം പിതാവ് PM കുഞ്ഞുമൊയ്തീൻ്റെ കേസ് ഡയറിയിൽ നിന്നാണ് നിഷാദിൻ്റെ സിനിമ പിറക്കുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.